ഞാൻ ഇന്ന് ഒരു ഫൗണ്ടേഷൻ നോക്കാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫിറ്റ്മിൻ്റെ മെബലൈൻ ഫിറ്റ്മിൻ്റെ 340 എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം എനിക്കിത് ചേരുന്നുള്ളതിലാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല എത്രത്തോളം ആവുന്നു. അപ്പം എനിക്ക് ഒരുപാട് ഇങ്ങനെ ആക്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് അത് കൺസീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അത്ര മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഏറ്റവും ഞാനിപ്പോൾ ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇനി ഈ ആക്നെ സ്പോട്ടുകളൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഓറഞ്ച് കറക്റ്ററൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള കാരണം ആക്നെ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ടുള്ളത് തന്നെ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു കൺസീലറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഓറഞ്ച് കറക്റ്ററും കൺസീലറും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. അതായത് കൺസീലറിൽ വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ ഇവിടെ കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ് ആട്ടോ, ഈ കൺസീലറിൻ്റെ ഷെയ്ഡ്. പിന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കാം. ഞാൻ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ദിസ് ഈസ് ദ ഷെയ്ഡ്. ഞാൻ ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ആക്കിയിട്ട് ഫേസിലിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ പോയി. കാരണം എനിക്ക് ഷെയ്ഡ് എന്തോ ഡാർക്കറായ പോലെ തോന്നി കേട്ടോ. പക്ഷേ ഞാൻ എന്നാലും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ എന്ത് ഫൗണ്ടേഷൻസ് ഇടുമ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിങ്ങനെ തുടച്ചെടുക്കരുത്, ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എനിക്ക് ബ്ലെൻഡ് ചെയ്തപ്പോൾ വന്നൊരു കളർ. കറക്റ്റ് ഷെയ്ഡ് കിട്ടാന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ മുകളിൽ ഒരു ലൂസ് പൗഡർ ഇടും, നമ്മുടെ ട്രെൻഡ് സെറ്റിംഗ് പൗഡർ ഇടും മാൾസിൻ്റെ. അപ്പോൾ ഒന്നും കൂടിയും സെറ്റാവുമെന്ന് ഞാൻ തോന്നുന്നു. എന്തായാലും ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള മേക്കപ്പ് കൂടി നമുക്ക് ചെയ്യാം. ഞാൻ ഓറഞ്ച് കറക്റ്റർ ഇട്ടതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ട കാരണം എന്നറിയില്ല, ഒരു ചെറിയൊരു ഓറഞ്ച് ടിൻ്റ് എനിക്കുള്ള പോലെ തോന്നിയിട്ടാണ്. പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ ലൂസ് പൗഡർ ഇട്ട് കഴിയുമ്പോൾ സെറ്റ് ആവട്ടെ, നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും കേട്ടോ. പിന്നെ ഇതൊരു ഫുൾ കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് എന്തായാലും ഇപ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഒരു ഷെയ്ഡുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 340 ഓക്കെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഡാർക്കാണെന്ന് ഒന്നും കൂടി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റർ ഷെയ്ഡ് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ കൺസീലർ അങ്ങനത്തെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കും, അപ്പോൾ ഓക്കെ ആവും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തത് കേട്ടോ. എനിക്ക് എന്തായാലും ഇത് ഓക്സിഡൈസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്സിഡൈസ് ആകുമ്പോൾ ഇങ്ങനെ വൈറ്റിഷ് ആയിട്ടല്ല വരുന്നത്, നമ്മുടെ കറക്റ്റ് ഷെയ്ഡിലേക്ക് വരാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. എനിക്ക് എന്തായാലും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും. അപ്പോൾ ഷെയ്ഡ് നമ്പർ മറക്കണ്ട, ഇത് ക്യാപ്പിച്ചിനോ എന്നുള്ള ഒരു ഷെയ്ഡ് നമ്പറാട്ടോ, ഒരു ഷെയ്ഡാണ് വരുന്നത്. 340 ആണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.